ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നായ ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന അയോധ്യ മതപരവും ചരിത്രപരവുമായ പ്രാധാന്യമുള്ളതാണ്. ചരിത്രപരമായി സാകേത എന്നറിയപ്പെടുന്ന അയോധ്യ രാമായണവും മഹാഭാരതവും ഉൾപ്പെടെ വിവിധ പുരാതന ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഹൈന്ദവ ദൈവമായ രാമന്റെ ജന്മസ്ഥലമെന്ന് വിശ്വസിക്കുന്നതും അയോധ്യയാണ്. ഗൗതമബുദ്ധൻ, മഹാവീരൻ തുടങ്ങിയ സാംസ്കാരിക മത വ്യക്തിത്വങ്ങളുമായും ജൈന ബുദ്ധമത കാനോനിക്കൽ ഗ്രന്ഥങ്ങളുമായും ഈ നഗരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഹിന്ദുക്കളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ നഗരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അയോധ്യയുടെ ചരിത്രവും മതപരവുമായ പ്രാധാന്യവും അതിൻ്റെ സാംസ്കാരിക ഉന്നമനത്തിന് വളരെയധികം സംഭാവന നൽകിയിട്ടുണ്ട്. അയോധ്യയുടെ ചരിത്രപരമായ പരിണാമം അതിൻ്റെ പുരാതന നാമമായ സാകേതയുമായി ഇഴചേർന്നതാണ്. കൂടാതെ പുരാവസ്തു ശാസ്ത്രപരവും സാഹിത്യപരവുമായ തെളിവുകൾ സൂചിപ്പിക്കുന്നത് BC 5-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ അയോധ്യ ഒരു നഗരവാസസ്ഥലമായി ഉയർന്നു എന്നതാണ്. ഉത്തർപ്രദേശിൽ സരയൂ നദിയുടെ തീരത്താണ് അയോധ്യ. കാലത്തിൻ്റെ ഇടനാഴികളിലൂടെ പ്രതിധ്വനിക്കുന്ന ചരിത്രമുള്ള ഒരു നഗരം. പുരാണങ്ങളിലും ചരിത്രത്തിലും കുതിർന്ന അയോധ്യ തീർത്ഥാടകരെയും ചരിത്രകാരന്മാരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന മതപരവും സാംസ്കാരികവുമായ പ്രാധാന്യമുള്ള ഒരു കേന്ദ്ര ബിന്ദുവാണ്. അയോധ്യയുടെ ചരിത്രപരമായ വേരുകൾ മുതൽ ക്ഷേത്രത്തിൻ്റെ മഹത്വം വരെ അതിൻ്റെ സമ്പന്നതയ്ക്ക് സംഭാവന നൽകിയ അറിയപ്പെടാത്ത വസ്തുതകൾ ഇവിടെ കാണാം. അയോധ്യയുടെ വേരുകൾ ഹിന്ദു പുരാണങ്ങളിൽ, പ്രത്യേകിച്ച് ഇതിഹാസമായ രാമായണത്തിൽ ആഴത്തിൽ ഇഴുകിച്ചേർന്നതാണ്. ഹൈന്ദവ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് പുരാതന കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനവും മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമൻ്റെ ജന്മസ്ഥലവുമായിരുന്നു അയോധ്യ. രാമന്റെ പിതാവായ ദശരഥ രാജാവാണ് ഈ നഗരം ഭരിച്ചിരുന്നത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം മൗര്യഗുപ്ത രാജവംശങ്ങളുടെ ഭരണകാലത്ത് അയോധ്യ ബുദ്ധമതത്തിൻ്റെ അഭിവൃദ്ധി പ്രാപിച്ച കേന്ദ്രമായി മാറി. നിരവധി ബുദ്ധവിഹാരങ്ങളുടെയും സ്തൂപങ്ങളുടെയും നിർമ്മാണത്തിന് നഗരം സാക്ഷ്യം വഹിച്ചു. അതിൻ്റെ സാംസ്കാരിക സമന്വയത്തിനും വൈവിധ്യമാർന്ന ചരിത്രത്തിനും സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ 16-ാം നൂറ്റാണ്ടിലെ ബാബറി മസ്ജിദ് നിർമ്മാണത്തോടെയാണ് അയോധ്യ ഒരു മതകേന്ദ്രമെന്ന നിലയിൽ പ്രാധാന്യം നേടിയത്. ഈ പ്രദേശത്തെ ഹിന്ദു ഇസ്ലാമിക സാംസ്കാരിക സ്വാധീനങ്ങളുടെ സങ്കീർണമായ ഇടപെടലിൻ്റെ തെളിവായി നിലകൊള്ളുന്ന പള്ളി മതപരമായ സമന്വയത്തിൻ്റെ പ്രതീകമായി മാറി. 2019 ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി വരുന്നതുവരെ ബാബറി മസ്ജിദ് തർക്ക വിഷയമായി തുടർന്നു. വിധിക്ക് ശേഷം അത് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് വഴിയൊരുക്കി. പരമ്പരാഗത ഇന്ത്യൻ വാസ്തുവിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പനയിൽ രാമായണത്തിലെ വിവിധ ഭാഗങ്ങൾ വിവരിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളും ശില്പങ്ങളും ഉണ്ട്. ക്ഷേത്ര സമുച്ചയം ഭക്തിയുടെയും വാസ്തുവിദ്യ വൈദഗ്ധ്യത്തിൻ്റെയും വിശാലമായ സാക്ഷ്യമാണ്. അറിയപ്പെടുന്ന ചരിത്രപരവും മതപരവുമായ പ്രാധാന്യത്തിനപ്പുറം അയോധ്യ അതിൻ്റെ ആഖ്യാനത്തിന് ആഴം കൂട്ടുന്ന, അധികമാർക്കും അറിയാത്ത ചില വസ്തുതകളും മറഞ്ഞുകിടക്കുന്നു. ഹിന്ദു വിശ്വാസമനുസരിച്ച് 4 യുഗങ്ങളുടെ ചക്രത്തിലെ 2ാം യുഗമായ ത്രേതായുഗം മുതൽ അയോധ്യ നിലനിന്നിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പുരാതന യുഗങ്ങളുമായുള്ള ഈ ബന്ധം നഗരത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. രാമക്ഷേത്രം മാത്രമല്ല, അയോധ്യയിൽ ഹനുമാൻ ഗർഹി എന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഹനുമാൻ ഭക്തരുടെ ആരാധനാലയവും അയോധ്യയുടെ വിശാല ദൃശ്യങ്ങൾ ദൃശ്യമാകുന്ന സഞ്ചാര കേന്ദ്രവും കൂടിയാണ്. സീതയുടെ അടുക്കള എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്ന നഗരത്തിനുള്ളിലെ ഈ സ്ഥലം സീതാദേവി അയോധ്യയിൽ താമസിച്ചിരുന്ന സമയത്ത് ഭക്ഷണം പാകം ചെയ്ത സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിൻ്റെ പ്രതീകാത്മകമായി
ഒരു അടുക്കളയും ഇവിടെ സ്ഥാപിച്ചിരുന്നു. തീർത്ഥാടകർ അവരുടെ മതപരമായ യാത്രയുടെ ഭാഗമായി ഇത് സന്ദർശിക്കുന്നു. ആയിരക്കണക്കിന് മൺവിളക്കുകൾ കൊണ്ട് നഗരത്തെ പ്രകാശപൂരിതമാക്കുന്ന വാർഷിക ഉത്സവമായ ദീപോത്സവത്തിന് പേരുകേട്ടതാണ് അയോധ്യ. ഈ മനോഹരമായ ആഘോഷം ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. കൂടാതെ വെളിച്ചത്തിനും ആത്മീയതയ്ക്കും സാംസ്കാരിക ഉന്മേഷത്തിനും പേരുകേട്ട ഉത്സവം കൂടിയാണിത്. പുരാണ കഥകളും സാംസ്കാരിക പരിണാമവും മതപരമായ പ്രാധാന്യവും കൊണ്ട് നെയ്തെടുത്തതാണ് അയോധ്യയുടെ ചരിത്രം. തീർത്ഥാടകരും വിനോദസഞ്ചാരികളും അയോധ്യയിലേക്ക് ഒഴുകുമ്പോൾ ഈ നഗരം വിശ്വാസത്തിൻ്റെ സ്ഥായിയായ ചൈതന്യത്തിൻ്റെ ജീവനുള്ള സാക്ഷ്യമായി നിലകൊള്ളുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.